ഹലോ, ലെച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു മട്ടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 2 സവോള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് 2ആയി കീറിയിട്ടിട്ടുണ്ട്, ഒരു പിടി ചെറിയുള്ളി, ഒരു സവോളയുടെ വലുപ്പത്തിൽ ചെറിയുള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉലുവ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത്രയൊന്നും വേണ്ട, ഒരു 1/4 സ്പൂൺ ഉലുവ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വെക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ മട്ടനൊക്കെ ഞാൻ വൃത്തിയായി കഴുകി 3-4 പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് ഞാനിത് വെച്ചെടുക്കാൻ പോകുന്നത്. കുക്കറൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഏലക്ക ചതച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഞാനത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ആ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ കരിയാതെ നോക്കണം. ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ ഒന്നതായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സവോള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. അടിപ്പിടിക്കാതെ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൊണ്ട് പെട്ടെന്ന് അടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് അടി ചേർത്തി ഇളക്കി നന്നായി വാട്ടിയെടുക്കണം കണ്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, 2.5 സ്പൂൺ മുളക് പൊടി, വലിയ സ്പൂണ് 2.5 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് സ്പൂണ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സ്പൂണാണ് കേട്ടോ, എനിക്കിതിൽ അളവേ അറിയുള്ളൂ. 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇനി ചെയ്യുമ്പോൾ ഞാൻ സാധാ നമ്മുടെ സ്പൂണിൻ്റെ അളന്നിട്ട് ഞാൻ പറയാം കേട്ടോ. 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ സ്പൂണിന് 1.5 സ്പൂണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗരം മസാലയാണ് കേട്ടോ. 3 സ്പൂണ് ഗരം മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിന് 3 സ്പൂണ് ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം നമുക്ക് മീറ്റ് മസാല വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്ര പൊടികളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മസാലയുടെ വാട്ടുന്നതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ചിക്കനായാലും ബീഫായാലും ആ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തക്കാളി ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. കുറച്ച് നേരം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൈ കണക്ക് വെച്ചിട്ടാണ് ഇടാറ്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് ആ ഇറച്ചിയിൽ പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് ഇറച്ചിയിൽ പിടിക്കുന്ന പോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട്, വിസിലൊന്നും ഇടണ്ട, അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് വെള്ളം വരും. അപ്പോൾ ആ വരുന്ന വെള്ളം ഒന്ന് വറ്റിപ്പോണവരെ നമുക്ക് കണ്ടോ അതിന്ന് വെള്ളം വന്നിരിക്കണത് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷമേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെയിറ്റ് ഇട്ട് വേവിക്കാൻ പാടുള്ളൂ.
ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ അതിലേക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, ഇപ്പോൾ ഒന്നും കൂടി അടച്ച് ആ വെള്ളം വറ്റണ വരെ ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമ്മൾ വെയിറ്റ് ഇടുമ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കണത് മിസ്സായിപ്പോയി. ഇനി നമുക്കിത് വെയിറ്റ് ഇട്ടിട്ട് ഒരു 5 വിസിൽ വരണ വരെ വേവിച്ചെടുക്കണം. കുക്കർ അനുസരിച്ചിട്ട് വിസിലിൽ വ്യത്യാസം വരും. എൻ്റെ കുക്കറിൽ 5 വിസിൽ ഞാൻ 4 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമുക്ക് മട്ടൻ ഒരു ചെറിയ വേവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിസിലും കൂടി അടിച്ച ശേഷമാണ് കറക്റ്റ് വേവായത്. അപ്പോൾ 5 വിസിൽ അടിക്കുമ്പോൾ കറക്റ്റ് വേവ് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ഈ ചാറൊന്ന് കുറുകി വരണ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അടച്ച് വെക്കുകയൊന്നും വേണ്ട. നമുക്കിതൊന്ന് സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റി ഗ്രേവി തിക്കാവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. എരിവ് ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ റെഡിയായി വന്ന് ലാസ്റ്റ് ഒരു ഇതും കൂടി ഉണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ മട്ടനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് എരിവ് നിൽക്കണ കറിയാണ്, അതായത് കുരുമുളക് പൊടി കുറച്ചധികം ഇട്ടത് കൊണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.